മലയാളികളുടെ പ്രിയ ബാബുക്ക പതിറ്റാണ്ടുകൾ കടന്നുപോയാലും നൂറ്റാണ്ടുകളോളം ഓർമ്മിക്കുവാനുള്ള പാട്ടുകാലം സമ്മാനിച്ച ബാബുക്കയ്ക്ക് പാട്ടുപ്രേമികളുടെ മനസ്സിൽ മരണമില്ല. ഓരോ തലമുറയിലെയും ആസ്വാദകരെ വല്ലാതങ്ങ് ചെന്ന് തൊട്ടിട്ടുണ്ട് ആ ഈണങ്ങൾ. ഇന്ന് മാർച്ച് 29 അദ്ദേഹത്തിന്റെ ജന്മദിനം. ഈ ദിനത്തില് പ്രിയ ബാബുക്കയിലേക്കും അദ്ദേഹത്തിന്റെ പാട്ടുകളിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. വർഷങ്ങൾക്ക് മുൻപാണ് ഗസലുകൾക്കും ഖവാലികൾക്കും ഏറെ പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ തെരുവുകളിൽ ഹൃദയം തുറന്ന് വിഷാദാർദ്ര മിഴികളുമായി നിന്ന് ഒരു ബാലൻ പാട്ടുപാടുകയാണ്. തെരുവുകളെ ഗസൽ മഴ നനയിച്ച ആ പയ്യനെയും അവൻ്റെ പാട്ടും അന്നവിടെ കേൾവിക്കാരനായ ഒരു മുഹമ്മദ് കുഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബാലനെയും അവൻ്റെ അനുജനെയും. ആ കൈപിടിക്കൽ വെറുതെ ആയിരുന്നില്ലെന്ന് അവൻ്റെ അച്ഛൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ കുഞ്ഞു മുഹമ്മദിന് മനസ്സിലായി. ഖവാലിയുടെ മഹാ തേജസ് ജാൻ മുഹമ്മദ് സാബിർ ബാബുവിൻ്റെ മകനായിരുന്നു ആ ബാലൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്ലബിലൂടെ ബാലൻ വീണ്ടും പാട്ടുകൾ പാടി. അവൻ പിന്നെ ഉയരങ്ങൾ താണ്ടി വളർന്നു. അറിയപ്പെടുന്ന സംഗീത സംവിധായകനായി. MS ബാബുരാജ് എന്ന മഹാഗായകനെയും സംഗീതക്കാരനെയും ഓർക്കുമ്പോൾ ഈ കഥ മറന്നുപോകാൻ പാടില്ലാത്തത് തന്നെ. കാരണം ബാബുരാജ് എന്ന പേരിനൊപ്പം സംഗീതം കൂടി ചേർത്ത് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നെങ്കിൽ അതിനെ വളർത്തി സിനിമാ ലോകത്ത് എത്തിച്ചത് കുഞ്ഞു മുഹമ്മദ് എന്ന വ്യക്തിയാണ്. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. 1967 പുറത്തിറങ്ങിയ പരീക്ഷ എന്ന ചിത്രത്തിലെ ഈ ഒരൊറ്റ ഗാനം മാത്രം മതി MS ബാബുരാജിനെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠ നടത്തുവാൻ. ഏറ്റവും സ്നേഹത്തോടെ ബാബുക്ക എന്ന് കുട്ടികളും വലിയവരും അടക്കം വിളിക്കുമ്പോൾ ഉറപ്പായും ബാബുരാജിന്റെ പ്രതിഭയ്ക്ക് എത്രമാത്രം സഹൃദയരുടെ ഉള്ളില് ആഴമുണ്ടായിരുന്നു എന്ന് ഈ ഒരു പാട്ട് തെളിയിക്കുന്നുണ്ട്. അച്ഛന്റെ സംഗീതം ഉള്ളിൽ കിടന്ന ബാബുരാജ് കൂടുതൽ തെളിഞ്ഞു വരുവാൻ തുടങ്ങി. മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ കർണാട്ടിക് രാഗങ്ങളുടെ മികവായിരുന്നു മുന്നോട്ട് നിന്നിരുന്നതെങ്കിൽ അതിലേക്ക് ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ ലയിപ്പിച്ചത് ബാബുക്കായായിരുന്നു. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരമാം പാട്ടുകാരൻ എന്ന ഗാനലോക വീഥികളിൽ വേണുവൂതും മാട്ടിടയൻ. യേശുദാസിന്റെ ഭാവസാന്ദ്രമായ ശബ്ദത്തിലാണ് ചിത്രത്തിലെ ഈ ഒരു ഗാനങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതെങ്കിൽ പോലും യേശുദാസിൻ്റെതല്ലാത്ത ഒരു ശബ്ദത്തിൽ ആദ്യമായി സംഗീത പ്രണയിനികൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാബുക്കായുടെ ശബ്ദത്തിലാണ്. ബാബുരാജ് പാടുന്നു എന്ന ഓഡിയോ CD-യുടെ വമ്പിച്ച വിൽപ്പന അതിനെ സാധൂകരിക്കുന്നുണ്ട്. ബാബുക്ക പാടുമ്പോൾ പ്രാണസഖിയുടെ പാമരനായ പാട്ടുകാരൻ ഏതോ ഹിന്ദുസ്ഥാനി രാഗത്തില് വേണുഭൂതി ഇതാ തൊട്ടു മുന്നിൽ നിൽക്കുന്ന അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. P. ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ബാബുക്കായുടെ സംഗീതം നൽകുന്ന അനുഭൂതിയെക്കുറിച്ച് എന്തു പറയാനല്ലേ. സങ്കല്പങ്ങളുടെ താഴ്വരയിൽ മേഘമാലകളിൽ തൊട്ടുരുമി പറന്നുപോയാലുള്ള അവസ്ഥയോടല്ലാതെ ബാബുക്കയുടെ ശബ്ദം പകരുന്ന ആനന്ദത്തെ മറ്റെന്തിനോട് ഉപമിക്കാനാണ്? അക്കാലങ്ങളിൽ ഒരു പ്രതിഭ വളർന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ വഴി നാടകങ്ങളിൽ കൂടി തന്നെ ആയിരിക്കണം. ബാബുക്കയുടെ വഴികളും ആദ്യം തന്നെ അടയാളപ്പെട്ടതും അതുവഴിയാണ്. ഇൻക്വിലാബിന്റെ മക്കൾ എന്ന നാടകം 1951 പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞു മുഹമ്മദ് നൽകിയ ധൈര്യമായിരുന്നു കൈമുതല്. പിന്നീട് അങ്ങോട്ട് നാടക സംഗീതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ബാബുരാജിന്റെ പേര് ഉയർന്നു കേട്ടു. കോഴിക്കോട് കടന്നും ബാബുരാജ് അറിയപ്പെടുവാൻ തുടങ്ങി. 1950 തിരമാല എന്ന ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാനത്തിൽ സഹായിയായി സിനിമയിൽ തുടക്കം കുറിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്വതന്ത്ര ചിത്രം എന്ന് പറയുന്നത് മിന്നാമിനുങ്ങ് എന്ന രാമു കാര്യാട്ട് ചിത്രമാണ്. അതും സിനിമയിലേക്ക് ഇറങ്ങി 7ാമത്തെ വർഷം. ആ വർഷം മുതൽ അദ്ദേഹത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല. എണ്ണിയാൽ ഒടുങ്ങാത്തത്ത ഗാനങ്ങളൊന്നും ബാബുക്കയുടേതായിട്ടില്ല എങ്കിലും ഉള്ള പാട്ടുകൾ ആരെയും കൊതിപ്പിക്കുന്നതാണെന്ന് ആരാധകർ സാക്ഷ്യം പറയുന്നത്. തളിരിട്ട കിനാക്കൾ തൻ താമര വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരന് എന്ന ഗാനം കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു മാധുര്യം നിറയും അല്ലേ. തിരിച്ചു കിട്ടാത്ത പ്രണയത്താല് സ്വന്തം ഭാവനാ വിവാഹ മണ്ഡപത്തിൽ ഒറ്റയ്ക്കിരുന്ന് നൊമ്പരം കൊള്ളുന്ന ഒരു നിരാശ കാമുകി. പ്രതിഭാധനനായ ഭാസ്കരൻ മാഷിന്റെ ഭാവന സുന്ദരമായ രചന. സംഗീത പ്രതിഭ ബാബുരാജിന്റെ വിഷാദാർദ്ര സുന്ദര രാഗചാർത്ത്. ആസ്വാദക മനസ്സിൽ നഷ്ടപ്രണയ നൊമ്പരത്തിന്റെ ഓളങ്ങൾ തീർക്കുന്ന ജാനകി അമ്മയുടെ ആലാപനം. ഇത് തന്നെയാണ് ഈ ഒരു ഗാനത്തിലുള്ളത്. ഭാസ്കരൻ മാഷിനൊപ്പമാണ് ബാബുക്കയുടെ എല്ലാ പ്രശസ്ത ഗാനങ്ങളെല്ലാം തന്നെയും പിറന്നിട്ടുള്ളത്. ചിലരെ പറഞ്ഞു വെച്ചതുപോലെയാണ് ചില കോമ്പിനേഷനുകൾ എന്ന് പറയുന്നത് അല്ലെ. അവർക്ക് പകരം വെക്കാൻ മറ്റാരുമില്ലാത്തതുപോലെ ഏത് സമയത്തും ഏത് കാലം കഴിഞ്ഞും അവരങ്ങനെ ജ്വലിച്ച് നിൽക്കുക തന്നെ ചെയ്യും. P. ഭാസ്കരൻ ബാബുരാജ് ടീമിൻ്റെതായി പുറത്തിറങ്ങിയ ഗാനങ്ങളെല്ലാം അതുപോലെ എത്ര കാലം കടന്നാലും ഹൃദയത്തിൽ നിന്നിറങ്ങി പോകാൻ മടിച്ചിരിക്കുന്നവ തന്നെയാണ്. താമസം എന്തേ വരുവാൻ, പ്രാണസഖി, എന്റെ മുൻപിൽ. ബാബുരാജ് എന്ന ഇതിഹാസത്തിന്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത എവർഗ്രീൻ മാജിക് തന്നെയാണ് ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ ഈ മനോഹരമായ ഗാനം.
ഹേമന്തരാവണിഞ്ഞിട്ടും കിളികൾ മയങ്ങാറായിട്ടും തൻ്റെ മുന്നിൽ വരാതെ മുകിലുകൾക്കിടയിലും മരച്ചില്ലുകൾക്കിടയിലും പുഴയോളങ്ങളിലും ചുറ്റിക്കറങ്ങുന്ന തൻ്റെ പ്രാണസഖിയായ കഥാനായികയുടെ വരവും കാത്ത് അക്ഷമനായി ദുഃഖിതനായിരിക്കുന്ന കഥാനായകൻ. മനുഷ്യന്റെ മനോവ്യാപാരങ്ങളെ എന്നും പ്രകൃതിയുടെ ക്യാൻവാസിൽ ലളിതസുന്ദരമായിട്ട് പകർത്തിയിട്ടുള്ള ഭാസ്കരൻ മാഷിന്റെ അതുല്യ ഭാവാനുസുന്ദരമായ രചനയും. സംഗീത പ്രതിഭ ബാബുരാജിന്റെ വിരഹാർദ്ര സുന്ദര രാഗചാർത്ത് തന്നെയാണ് ഈ ഒരു ഗാനത്തിലും കാണാനായിട്ടുള്ളത്. ആസ്വാദക മനസ്സിൽ വിരഹ ദുഃഖത്തിന്റെ നിതാന്തമായ ഓളങ്ങൾ തീർക്കുന്ന ഗാനഗന്ധർവന്റെ അതുല്യമായ ആലാപനവും. ഭാർഗവി നിലയത്തിലെ പാട്ടുകളെ എല്ലാം സാക്ഷിയാണ് ഇരുവരുടെയും പ്രതിഭയ്ക്ക്. ഇപ്പോഴും പഴയ പാട്ടുകളെ നെഞ്ചിലേറ്റുന്നവരുടെ ഇഷ്ടഗാനങ്ങളിൽ ഒന്നാണ് ഈ വരികളും അതിന്റെ സംഗീതവും. ഇവരുടേതായിട്ട് പുറത്തിറങ്ങിയ പാട്ടുകളെല്ലാം തന്നെയും സൂപ്പർ ഹിറ്റുകളായിട്ട് മാറുകയാണ് പിന്നീട് ഉണ്ടായത്. അതുപോലെ തന്നെ വയലാറും ശ്രീകുമാരൻ തമ്പിയുമൊക്കെ ബാബുക്കയുടെ സംഗീതത്തിന്റെ രുചിയറിഞ്ഞ് ഒപ്പം യാത്ര ചെയ്തവരാണ്. അതുപോലെ തന്നെ യേശുദാസ് പാടാൻ എത്താതിരുന്നതിനെ തുടർന്ന് ബാബുക്ക സ്വയം ചിത്രത്തിന് വേണ്ടി പാട്ടുപാടിയ സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അഴിമുഖം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് 1972 ബാബുക്ക അഴിമുഖം കണി കാണും പെരുമീനോ എൻ്റെ കരളിലു ചാടി വീണ കരിമീനോ എന്ന ഗാനം പാടുന്നത്. എന്നാൽ ബാബുക്കയുടെ ഈ ഒരു ശബ്ദം ഈ ഒരു ഗാനത്തിൽ ഒതുങ്ങുന്നതല്ല. 10ലധികം സിനിമാ ഗാനങ്ങൾക്ക് വേണ്ടി ബാബുക്കയുടെ ശബ്ദം വിവിധ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ഉയർന്നു കേട്ടിട്ടുണ്ട്. സംഗീതം ജീവന്റെയും ജീവിതത്തിന്റെയും ഭാഗമാക്കിയ ഒരാൾക്ക് പാടുക എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വരാമെന്ന് ഏറ്റ ഗായകൻ വരില്ല എന്നത് ബാബുക്കയെ ബാധിച്ചതേയില്ല. ഒരു മടിയും കാട്ടാതെ ഏത് പാട്ടും അപ്പോൾ തന്നെ റെഡിയായിരിക്കും. ഒരുപക്ഷെ യേശുദാസിൻ്റെതായിട്ട് പുറത്തിറങ്ങിയ പല പാട്ടുകളും ഇത് ബാബുക്ക പാടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പല ബാബുക്ക പ്രണയിനികളും. ആഘോഷങ്ങളുടെ ജീവിതമായിരുന്നു ബാബുക്കയ്ക്ക് എന്നും. അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞു മുഹമ്മദിന്റെ മകളെ വിവാഹം ചെയ്ത ബാബുരാജ് പക്ഷേ സംഗീതത്തോളം പ്രണയം വീട്ടുകാരിക്ക് നൽകിയോ എന്ന സംശയം ബാക്കി നിൽക്കുകയാണ്. അന്ധമായ പ്രണയമായിരുന്നു ബാബുക്കയ്ക്ക് സംഗീതത്തോട്. അതുകൊണ്ട് തന്നെ അതിൽ അലിഞ്ഞു ചേരാൻ എന്തും നഷ്ടപ്പെടുത്തുവാനും അദ്ദേഹം ഒരുക്കമായിരുന്നു. എല്ലാ കലാകാരന്മാർക്കുള്ളതുപോലെ തന്നെ ദുശീലങ്ങൾ അദ്ദേഹത്തെയും പിടികൂടി. അമിതമായ മദ്യപാനം ഒടുവിൽ രോഗിയാക്കിയ ബാബുരാജ് 57ാമത്തെ വയസ്സിൽ വിട പറഞ്ഞതും ജീവിതത്തെ ഏറ്റവും നിസ്സാരമാക്കി വെച്ചുകൊണ്ടായിരുന്നു. ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് സർക്കാർ ആശുപത്രിയിലെ തണുത്ത കട്ടിലില് അസുഖബാധിതനായി കിടക്കുമ്പോൾ പോലും പ്രിയപ്പെട്ടവരുടെ നിരസമോർത്തിട്ടായിരിക്കില്ല അദ്ദേഹം വിഷമിച്ചിട്ടുണ്ടായിരിക്കുക. പകരം ഇനിയും പുറപ്പെടുവാനുള്ള പാട്ടുകൾ പുറത്തു വരാതെ പോകേണ്ടി വരുമോ എന്ന ഭീതി കൊണ്ടാവും. കടലേ നീലക്കടലേ എന്ന് പറയുന്ന ദീപ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തില് ആകാശവും ഗാനങ്ങളും അകലേക്ക് മാറിപ്പോകുന്നു. കഥനങ്ങൾ നിറഞ്ഞ മനസ്സ് മാത്രം ബാക്കിയാകുന്നു. കടലിന്റെ ഈ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് നൽകിയ സംഗീതം ഇന്നും ബാബുക്കയെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഗാനത്തിലും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ച സംഗീത സംവിധായകൻ എന്ന് തന്നെയാണ് ബാബുക്കയെ വിളിക്കേണ്ടത്. കോഴിക്കോടിന്റെ തെരുവുകളിൽ ഇന്നും ഒരു പക്ഷേ ബാബുക്കയുടെ ആ പഴയ വിശപ്പിന്റെ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ആരും അറിയാതെ മുഴങ്ങുന്നുണ്ടാകണം. കേൾക്കേണ്ടവർ മാത്രം അത് കേൾക്കും.